ഹായ് ഹലോ, ഇത് ഞാനാണ് റംഷി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാ ഇങ്ങനെ തുടങ്ങുകയാണ്. ഡോറൊക്കെ തുറക്കുക എന്നിട്ടോ രാവിലെ എണീച്ച് വന്നിട്ട് മോനെ മദ്രസയിലേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ്. മോനെ എണീച്ചിപ്പോൾ ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തുറന്ന് പുറത്തുള്ള ഒരു 6:20 ആയ സമയമാണ് കേട്ടോ. ഇതാ മക്കൾ മദ്രസ പോയി. ആദ്യം മദ്രസ് വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു. മദ്രസ് കുറച്ച് പണികളുണ്ടായിട്ട് പൊളിച്ചു. ഇപ്പോൾ കുറച്ച് ദൂരേക്ക് നടക്കാനുണ്ട്. അപ്പോൾ അവരങ്ങെത്തുന്നവരെ ഞാനിങ്ങനെ നോക്കി നിൽക്കും. അവരങ്ങോട്ട് എത്തിയിട്ട് പിന്നെ ഞാനിങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ച് വരില്ല കേട്ടോ. അപ്പോൾ ഇത് അവർ പോയി ഞാൻ തിരിച്ചു വരികയാണ്. വീണ്ടും വീട്ടിൽ കയറി അടുക്കള വശത്തൂടെയാണ് കയറുന്നത്. അങ്ങനെ ഇതാ അകത്ത് കയറി ലൈറ്റൊക്കെ ഇട്ട് അപ്പോഴാണ് ആകെ ഒരു മണ്ടത്തരം പറ്റിയത് ഞാൻ കാണുന്നത്. ദോശമാവ് അരച്ച് വെച്ചിട്ട് ഒരു പാത്രത്തിലൊന്നും ഇറക്കി വെക്കാതെ ഓർമ്മയില്ലാതെ സ്ലാവുമ്മൽ വെച്ച് പോയി. നല്ല പണിയാണ് കിട്ടിയത്. മാവൊക്കെ പൊന്തി ആകെ സ്ലാവിലൊക്കെ ആകെ മറിഞ്ഞ ലക്ഷണത്തിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പം അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. ഇപ്പം ചൂട് കാരണം തോന്നുന്നു ഇപ്പോൾ ഭയങ്കരമായിട്ട് പൊന്തുന്നുണ്ട്. ഇപ്പം നമ്മൾ പൊന്താൻ വേണ്ടി അപ്പക്കാരോ അങ്ങനെ ഒന്നും ബേക്കിംഗ് സോഡ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. താനെ പൊന്തിക്കുള്ളൂ. അത്രയും ചൂടാണല്ലോ ഇപ്പോൾ. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ആ വെയിലാകുമ്പോഴത്തേക്കും മിറ്റം അടിച്ചിട്ട് കയറാം അകത്തേക്ക് വിചാരിച്ച് ഇറങ്ങിയതാണ്. മിറ്റാണെങ്കിൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുറേ അടിക്കാനുണ്ട്. അത്യാവശ്യം മുമ്പിലും ബാക്കിലും വലിയ മിറ്റാണ്. പിന്നെ രണ്ട് സൈഡും നന്നായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ആ വേനലല്ലേ, ഇപ്പോൾ കിളികൾക്കും മൃഗങ്ങൾക്കും കൂടെ നമ്മൾ വെള്ളം കരുതണമെന്ന് പറയില്ല. അപ്പം അതിന്മേൽ കുറച്ച് ഒരു വലിയൊരു ബേസിൻ്റെ വെള്ളം വെച്ചതാണ്. കിളികളും കാക്കകളൊക്കെ വന്നിട്ട് വെള്ളം കുടിച്ചോളും. എന്നിട്ട് ആ മിറ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് അകത്ത് കയറി പിന്നെ റൂമിൽ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വിരിച്ച് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ടോ. പിന്നെ ഇച്ചിരി പരിപ്പ് താളിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. കറിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മീനാണെങ്കിൽ വീടിൻ്റെ അടുത്തുകൂടെ വരുന്നുണ്ട്. പക്ഷേ മീൻ വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് വാപ്പാക്ക് പറ്റുന്നില്ല. വാപ്പ പറയുക മീനിന് ഭയങ്കര ചൊയയാണ്, അപ്പോൾ മീനിന് ടേസ്റ്റും ഇല്ല, മീൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വാങ്ങയില്ല. പിന്നെ ഇപ്പോൾ പച്ചക്കറിയൊക്കെ തീർന്ന് കിടക്കുക. ഇനിയിപ്പോൾ പച്ചക്കറി വണ്ടി വന്നിട്ട് വേണം വാങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ പരിപ്പൊക്കെ കഴുകി എടുത്ത് അതിലൊരു തക്കാളിയും മുറിച്ചിട്ട് പച്ചമുളകും തീർന്ന് കിടക്കുക കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ തീർന്ന് കിടക്കുക മേടിച്ചിട്ട് വേണം. അപ്പോൾ എന്താക്കി പച്ചമുളക് ഇട്ടിട്ടാണ് വെക്കൽ, താളിക്കൽ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് താളിച്ചെടുക്കാം. അപ്പം നിങ്ങളെ ലാഗ് അടുപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഇച്ചിരി സ്പീഡാക്കിയിട്ടാട്ടോ ഇടുന്നത്. അപ്പം അതാ ഗ്യാസ് അടുപ്പ് കത്തിച്ച് അടുപ്പത്ത് വെക്കുക കേട്ടോ. ഇതാ വിസിൽ വന്നാകെ തിളച്ച് കുക്കറിൽ കൂടെ ഒക്കെ തിളച്ച് തൂത്തിട്ടുണ്ട്. അപ്പം ഞാനിതാ ഈ ചട്ടിയില്ലേ, ഈ വറവിടാൻ വേണ്ടിയിട്ടുള്ള ഈ കൈ നീട്ടുള്ള ചട്ടി ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആയി മേടിച്ചിട്ട്. ഇരുമ്പിൻ്റെ ചട്ടിയാണ്. ഇതിന് റേറ്റ് എന്ന് പറഞ്ഞാൽ 162 രൂപ. നല്ല ചട്ടിയാണ് കേട്ടോ. നമുക്ക് കൈയൊന്നും പൊള്ളില്ല. അതിൻ്റെ കൈ ഇത്ര നീട്ടുള്ളതുകൊണ്ട് തന്നെ വറവിടാൻ നല്ല സുഖമാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. അപ്പം ഇതത് മോന് വൈകുന്നേരത്തിന് വേണ്ടി 2 കുട്ടികൾക്കും വേണ്ടിയിട്ട് പിന്നെ പഴം പുഴുങ്ങി. ഞാൻ അധികവും പഴമൊക്കെയാണ് പുഴുങ്ങി കൊടുക്കൽ. പഴം, പാല്, മുട്ട പുഴുങ്ങിയത്, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള തന്നെ കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ കൊടുക്കൽ. എന്നാൽ പഴമൊക്കെ പുഴുങ്ങിയെടുത്ത് ആവി കയറ്റിയതാട്ടോ. പിന്നെ മുറിച്ച് അതിൻ്റെ മുകളിൽ തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട്, പഞ്ചസാര ചെറുതായിട്ടൊന്നും ഇടുകയുള്ളൂ, അങ്ങനെ ആക്കി കൊടുക്കാമെന്ന് വെച്ച് വേഗം ഉണ്ടാക്കുമായിരുന്നു. മോനാണ് ചെറിയ മോൻ ഉച്ച കഴിഞ്ഞ് പോയാൽ പിന്നെ കുറേ നേരത്തിന് ആളെവിടെയെന്ന് തന്നെ കാണൂല. ഇവിടെ എന്ന് പറഞ്ഞാൽ വീട് അടുത്തടുത്തടുത്ത് കോളനി പോലെയാണ്. വീടിൻ്റെ അടുത്തടുത്തടുത്ത് കുറേ വീടുകളുണ്ട്. അവിടെയൊക്കെ അവൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടാവും, കളിയിലായിരിക്കും. വെയിൽ കൊള്ളണ്ടെന്ന് പറഞ്ഞാൽ കേൾക്കുകയില്ല. കുറേ നേരമൊക്കെ TV കണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ച് വെക്കും. കുറേ നേരം വാതിൽ കുറ്റിയിടും. അപ്പോൾ ആൾ വരാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാലും പഴമൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു. അപ്പോൾ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ദാഹിച്ചിട്ടാണ് വരുന്നത്. ഇവനൊരു കുഴപ്പമുണ്ട്. ഇവനെ ഏത് വീട്ടിൽ പോയാലും അവിടെ നിന്ന് ദാഹിച്ചാൽ അവൻ അവിടെ നിന്നൊന്നും വെള്ളം വാങ്ങി കുടിക്കില്ല. ഇവിടെ തന്നെ വന്നിട്ട് അവൻ വെള്ളം കുടിക്കുകയുള്ളൂ. അപ്പോൾ
അപ്പോൾ അത് ഒറ്റ ഇരിപ്പിന് കുറേ വെള്ളം കുടിച്ച് തീർത്ത് പിന്നെ പാൽ ഒറ്റ ഇരിപ്പിന് അങ്ങ് കുടിച്ച് തീർക്കുകയാണ് കേട്ടോ. പാലൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ പഴം വേണ്ടാന്നാണ് പറയണത്. കുറേ പറഞ്ഞു നോക്കി, കുറച്ചെങ്കിലും തിന്നാൻ പറഞ്ഞു നോക്കിയിട്ട് വേണ്ടാന്ന് തന്നെ പറയുന്നത്. ഉച്ചയ്ക്ക് ചോറ് നിന്നിട്ട് വയറ് ഫുള്ളാണ്, അതുകൊണ്ട് വേണ്ടാന്നും പറഞ്ഞാണ് എണീച്ച് പോകുന്നത് കേട്ടോ. ഇത് പിന്നെ ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇത് നമ്മളെ മതിൽമേ ഫ്രണ്ടിലെ മുറ്റത്ത് മതിൽമയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പൂവാട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വാപ്പാൻ്റെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങിയാണ് കുറച്ച് പയർ പറിക്കാമെന്ന് വെച്ചിട്ട്. ഇവിടെ കുറച്ച് പയറും പിന്നെ കുറച്ച് മത്തനുണ്ടായി വരുന്നേ ഉള്ളൂ. പിന്നെ ഒരു വെള്ള വഴുതനങ്ങ ഉണ്ട്, തക്കാളി, ഇത്രയേ ഉള്ളൂ. കുരങ്ങിൻ്റെ ഇടയിൽ ഇത്ര തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കിട്ടലാണ്. കുരങ്ങ് ഭയങ്കര ശല്യമാണ്. അപ്പം നല്ലോണം കുരങ്ങനെ നോക്കിയിരുന്നാലേ എത്രയെങ്കിലും കിട്ടുള്ളൂ. അപ്പോൾ അതാ ഒരു പേർക്ക് ഒരു തോരനുള്ള പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നീട്ടൊക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത പയറാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.